ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറിയത്തോടൊപ്പമുള്ള യാത്രയിൽ മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ അത് ബൈഹാർട്ടാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തന്നെ ആ ഭാഗത്താണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ എലീശുവായെ സന്ദർശിക്കാൻ പോകുന്ന ഭാഗമാണത്. നസ്രത്തിൽ നിന്ന് എലീശുവ താമസിക്കുന്ന എൻകരീം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര. നസ്രത്തിൽ നിന്ന് ഏകദേശം 70 മൈൽ ദൂരമുണ്ട്. ഇന്നത്തെ മാതിരിയുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല. കുന്നും മലകളൊക്കെ താണ്ടി ഏതാണ്ട് 3 ദിവസത്തെ യാത്ര എടുത്താണ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഏൻകരീം, അവിടെയാണ് സ്നാപക യോഹന്നാന്റെ ജനനം, എലീശുവായുടെ ഭവനത്തിൽ മറിയം എത്തുന്നത്. ഇത്രയും ദൂരം 2-3 ദിവസങ്ങൾ താണ്ടി പരിശുദ്ധ അമ്മ എത്തിയെങ്കിൽ അത് സഹായിക്കാനുള്ളൊരു വലിയ മനസ്സിന്റെ അടയാളമാണ്. പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു പുണ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ താനും ഗർഭിണിയാണെന്ന് അറിഞ്ഞു. എലീശുവാമയും ഗർഭിണിയാണെന്ന് അറിഞ്ഞു. പ്രായം ചെന്ന് എലീശുവാമയെ സഹായിക്കേണ്ടത് മറിയത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് മറിയം ഇന്നത്തെ എൻകരീം ഇത്രയും ദൂരം താണ്ടി അവിടേക്ക് എത്തുന്നത്. പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പുണ്യമാണത്. മറ്റുള്ളവരെ സഹായിക്കുക, അടുത്ത വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയുക. അടുത്ത വീട്ടിൽ തീ പുകയുന്നില്ല എങ്കിൽ അത് പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കരുത്. ആ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവും, ആ കുടുംബത്തിന് ഒരു ദാരിദ്ര്യമുണ്ടാകും. അത് തിരിച്ചറിയാൻ കഴിയുക. അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇക്കാലത്ത് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ലോകമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്ന ലോകമാണ്. അത്രയ്ക്ക് കുറഞ്ഞുപോയി നമ്മുടെയൊക്കെ ബന്ധങ്ങൾ. അമേരിക്കയിലും UK-യിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമൊക്കെയുള്ള ആളുകളുടെ വിശേഷങ്ങൾ നമുക്കറിയാം. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഭവനത്തിലെ വിശേഷങ്ങൾ നമ്മളൊക്കെ അറിയാൻ വൈകുന്നു. നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഒരു കുറവാണ്. ഈ ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിച്ചാൽ മാത്രമാണ് ദൈവവുമായി, പരിശുദ്ധമ്മയുമായൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് പ്രാർത്ഥന, അതാണ് ജപമാല. പരിശുദ്ധമ്മയോടുള്ള ജപമാല ഈ ബന്ധങ്ങളെ, ഈ ജീവിത ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാതിരിക്കാനാവില്ല. അടുത്ത വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനാവില്ല. അവന്റെ ബുദ്ധിമുട്ടുകളിലും അവന്റെ വേദനകളിലും കയറി ചെല്ലാതിരിക്കാനാവില്ല. അതാണ് പ്രാർത്ഥന. പരിശുദ്ധമ്മ ചെയ്ത് കാണിച്ചു തന്ന മനോഹരമായൊരു പുണ്യം അതാണ്. എലീശുവാമയെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായി മാറണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. അപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിന്റെ പുണ്യം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.